Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അച്ചാറാണ് ട്ടോ. എന്താണെന്നറിയോ? വടുകപ്പുളി അച്ചാർ അല്ലെങ്കിൽ കറിനാരങ്ങ അച്ചാർ എന്നും പറയും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ നാരങ്ങയാണിത്. അത് മേടിക്കുമ്പോൾ കുറച്ച് നല്ല പഴുത്തത് നോക്കി മേടിക്കാൻ നോക്കുക. പച്ച തന്നെയായിട്ടുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വരും. കൂടാണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ പച്ച ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ പഴുത്ത കളറുണ്ടല്ലോ, മഞ്ഞ കളറ്, അതായിരിക്കണം കൂടുതൽ വരേണ്ടത്. വെളുത്തുള്ളി ഒരു 25 എണ്ണം ഉണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 25 കാന്താരി മുളക്. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടേച്ചാലും മതി. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക് വേണം ചേർക്കാനായിട്ട്. കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ വേണ്ടത് കായം, നല്ലെണ്ണ, വിനാഗിരി. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് ഈ നാരങ്ങ ഒന്ന് ചെത്തിയെടുക്കാം. ചെത്തിയെടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയാണ് ചെത്തിക്കളയേണ്ടത്. അപ്പോൾ ഞാനിത് തൊലി ചെത്തിയിട്ടാണ് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തൊലി എത്തിക്കളയത്. അപ്പോൾ ഇങ്ങനെ തൊലി എത്തുമ്പോഴത്തേക്ക് നമുക്കിതിന് അത്ര വലിയ കയ്പ്പ് രസമൊന്നും ഉണ്ടാകത്തില്ല. തൊലി ചെത്തുമ്പോൾ ഫുള്ളായിട്ട് ചെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ തൊലി ഇരുന്നാലും പ്രശ്നമില്ല കേട്ടോ. ഇത് കണക്കൊക്കെ തൊലി ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ചെത്തിയെടുക്കാം. ചെത്തിയെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കണം. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇത് കണക്കാട്ട് അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ വലുപ്പത്തിലാട്ടോ മുറിച്ചെടുത്തേക്കണത്. ഇത് കണക്ക് നമ്മൾ കടച്ചക്കയൊക്കെ അരിയത്തില്ലേ, അത് കൂട്ട് ആണ് മുറിച്ചെടുത്തേക്കണത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ പച്ചമുളക് എന്നാണ് പറഞ്ഞത്, പച്ചമുളകല്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കാന്താരി മുളകാണ്. കാന്താരി മുളക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞല്ല ഇട്ടിരിക്കുന്നത്, അത് നമ്മൾ തൊലി പൊളിച്ചിട്ട് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇട്ടിരിക്കുമോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിൻ്റെ അകത്ത് എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ ഇതിന്. കാന്താരി മുളക് ഇടുമ്പോൾ നമുക്ക് കറിക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം കേട്ടോ ഇത് ഇടാനായിട്ട്. നമ്മൾ വേറെ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുങ്ങി വരണം, അതുവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. തീ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറും. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വൈറ്റ് കളറിലെ അച്ചാറാണ്. അപ്പോൾ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആയിപ്പോവും. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് കരിച്ചങ്ങ് എടുക്കണ്ട കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നാരങ്ങയാണ്. അത് ചേർക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ നാരങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നാരങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതൊന്ന് നല്ല സോഫ്റ്റ് ആകും. അങ്ങനെ അതിങ്ങനെ എണ്ണയിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഈ നാരങ്ങ.
ഇപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ വൈറ്റ് കളറിലെ നാരങ്ങ അച്ചാറുണ്ടല്ലോ, ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് ഈ നമ്മൾ കേരളത്തിൻ്റെ തെക്കോട്ടുള്ളവരാട്ടോ ഈ വൈറ്റ് കളറിലെ നാരങ്ങ അച്ചാർ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ വടക്കോട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറമൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ കൂടുതലും ഇത് റെഡ് കളറിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കല്. ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നാരങ്ങയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങി, അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോൾ വേണ്ട നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് വിനാഗിരി ആട്ടോ. അപ്പോൾ നമുക്കിത് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് വിനാഗിരി ചേർക്കേണ്ടത്. വിനാഗിരി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഇടാൻ വിട്ടുപോയി, ഉപ്പാണ്. അത് നമ്മൾ ആദ്യമേ നാരങ്ങ ഇട്ടപ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയതാ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണേ. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉലുവാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. നമ്മൾ കായമായിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായം ചേർത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. ഒന്നെങ്കിൽ ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലേക്കോ മാറ്റി വെക്കാം കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വെക്കണ്ട, എന്നുവെച്ചാൽ നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതല്ലേ. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് 2 ദിവസം കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റിയെടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നാരങ്ങ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, ഇത് വളരെ ടേസ്റ്റിയാണിത്. എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.